ഞാൻ നിൽക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഈ 36 ഡാമിന്റെ അടിയിലും അനവധി ആൾക്കാർ ഈ ഡാം കലയും ഇമ്മീഡിയറ്റ്ലി അത് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ ഞാനിത് പറയുമ്പോൾ കേരളത്തിൽ 100 അഭിപ്രായങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിളിക്കുന്നത് 36 ഡാമിന്റെ അടിയിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 60 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 60 വർഷം കൊണ്ട് ഇവിടെ പല മുന്നണികൾ മാറി മാറി ഭരിച്ചു. ആർക്കെങ്കിലും ഇത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ചർച്ചയാണ്. ഒരു പുതിയ ഡാം ഉണ്ടാക്കിയ എന്താണെന്നാണ് ഇപ്പോഴും ചർച്ച. അത് വേണ്ട, ടണലുണ്ടാകാം. ചർച്ചകൾ നീളുന്നു. ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു രാജ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ഇങ്ങനത്തെ ആളുകളുള്ളത്. ചൈനയിലെ ബാങ്കിയാവോ ഡാമിന്റെ താഴ്വരയിൽ നിന്ന് ഈ ചർച്ചയുണ്ടായി. ബാങ്കിയാവോ ഡാം തകർച്ചയിലാണ് എന്നൊരു ഭാഗവും അത് തകരില്ല എന്ന് പറയുന്ന മറുഭാഗവും. അന്ന് എന്നെ പോലെ ചൈന മുഴുവൻ സഞ്ചരിച്ച് ബാങ്കിയാവോ ഡാം തകരും എന്ന് പറഞ്ഞ ആളാണ് ചെൻസിംഗ് ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഏത് നിമിഷവും ബാങ്കിയാവോ ഡാം തകരാൻ. ഇന്നും പല ആളുകൾ പറയുന്ന പോലെ കുറെ പേരെല്ലാം ചെൻസിംഗിന്റെ കൂടെ കൂടി, കുറെ പേര് മറുഭാഗത്ത് നിന്നു. പക്ഷെ ചെൻസിംഗിന്റെ കൂടെ ആള് കൂടി ആ അവസ്ഥയിൽ ചൈനീസ് ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. നമ്മുടെ എംപവേർഡ് കമ്മിറ്റി പോലെയല്ല കേട്ടോ. സുപ്രീം കോടതി ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ജഡ്ജിമാര് തലപ്പത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ഡീകമ്മീഷൻ ചെയ്യാത്ത ആളുകൾ കമ്മിറ്റി. അങ്ങനത്തെ കമ്മിറ്റിയല്ല, ശരിക്കും എക്സ്പേർട്സ് പാനൽ. ഡാം കൺസ്ട്രക്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഡീകമ്മീഷൻ ചെയ്യുകയും ചെയ്ത ആളുകളെ വെച്ചിട്ട്, വിദഗ്ധ സമിതിയെ വെച്ചിട്ട്, നമ്മുടെ പോലെ അവിദഗ്ധ സമിതിയല്ല, വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു ചൈനീസ് ഗവൺമെന്റ്. ഈ വിദഗ്ധ സമിതി ഡാം പരിശോധിച്ചു. നമ്മുടെ പരിശോധന പോലെയല്ല. ഡാമിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിൽ ഇവിടെ എന്ത് പരിശോധനയാണ് നടന്നിട്ടുള്ളത്, വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗം എങ്ങനെ ഇരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ ദൈവത്തിന് അറിയാവുന്നതാണ് നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി പോലും പറയുന്നത്. കാരണം അത്തരം റിപ്പോർട്ടുകളൊന്നും സുപ്രീം കോടതിയിലോ അധികാര സ്ഥാനങ്ങളിലോ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്തിയിട്ടില്ല. ചൈനീസ് ഗവൺമെന്റ് നിയമിച്ച ഈ കമ്മീഷൻ ഒരു വിദഗ്ധ സമിതിയായിരുന്നു. അവര് ഡാം വളരെ സീരിയസ് ആയി തന്നെ എക്സാമിൻ ചെയ്ത് ഒരു കണ്ടെത്തി. ഡാം ഈസ് വീക്ക്, ഡാം തകർച്ചയിലാണ് എന്നത് അവർ കണ്ടെത്തി. പക്ഷെ അവർ പറഞ്ഞു ഇനി എങ്ങാനും ഡാം ബാങ്കിയാവോ ഡാം ചെൻസിംഗ് പറയുന്ന പോലെ തകരുകയാണെങ്കിൽ 61 ഡാമുകൾ അവിടെ അതിന്റെ മുമ്പിലുണ്ട്. ഈ വെള്ളമെല്ലാം വന്ന് ഈ 61 ഡാമിലൂടെ സമാധാനമായി പോകുന്നു. നമ്മുടെ ഇവിടെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി താങ്ങിക്കോളുന്ന പറയാം ഇല്ലേ. അന്ന് ഒരു പുലർച്ചെ 2:30 മണിയോടുകൂടി ബാങ്കിയാവോ ഡാം വലിയ ഒരു സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തകർന്നു. മുമ്പിലുള്ള ഡാമിന് ആ വലിയ സ്ഫോടനം താങ്ങാൻ കഴിഞ്ഞില്ല. ആ ഡാം തകർന്നു.
തുടർന്ന് അങ്ങോട്ട് ഒരു മാലപ്പടക്കം പോലെ 61 ഡാമുകളെയും തകർത്തുകൊണ്ട് 2.5 ലക്ഷം ജനങ്ങളെയും വഹിച്ചുകൊണ്ട് ബാൻഗിയാവോ ഡാം കടലിൽ. ഏത് ട്രാജഡി ഉണ്ടായാലും കുറെ പേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുമല്ലോ. 23,000 പേര് രക്ഷപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ അവരാണ് എന്ന്. ഇത്രയും വലിയൊരു ട്രാജഡി ഉണ്ടായിട്ടും രക്ഷപ്പെട്ടല്ലോ. അവർ ഉയർന്ന കെട്ടിടങ്ങൾ വീഴാതെ നിന്ന, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, വീഴാതെ നിന്ന കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങളുടെ ചില്ലകളിലുമൊക്കെ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. 23,000 പേര്. വേറൊരു കണക്കുണ്ട്, ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവർക്ക് ഒരു ദിവസം കഴിച്ചു കൂട്ടി വിശന്നു. നമ്മൾ 2018 പ്രളയം കണ്ടിട്ടുള്ള ആളുകളാണ്. ആലുവയിൽ ഒരു ക്യാമ്പിൽ കോടീശ്വരനായ ഒരു മനുഷ്യൻ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം ആ ക്യാമ്പില് ഒരു വാഴക്കൊല കിട്ടിയത്, 1-2 വാഴക്കൊല, അത്രേ ഉള്ളൂ. ആ ക്യാമ്പിലെ അന്തേവാസികൾക്ക് ഒരു പഴയ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് ആ മനുഷ്യൻ വലിയ കോടീശ്വരനാണ്, പണത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷമാണ്. ആ കോടീശ്വരൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഒരു പഴം കൂടി തരുമോ? ഒരു പഴം. അതായിരുന്നു ഇവിടത്തെ 2018 പല സ്ഥലത്തെയും അവസ്ഥ. ബാൻഗിയാവോ ഡാമിന്റെ ഈ തകർച്ചയിൽ 23,000 പേര് ആദ്യത്തെ ദിവസം പിടിച്ചു നിന്ന്, രണ്ടാമത്തെ ദിവസം ഭയങ്കരമായിട്ട് വിശന്നു. ചൈനീസ് ഗവൺമെന്റ് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ വന്ന് ഭക്ഷണപ്പൊതികളും വെള്ളവും ഇട്ടു. ആരുടെ കൈ കിട്ടാനാണ്? എല്ലാം ചെറിയ വേണം. ആർക്കും ഭക്ഷണപ്പൊതികളൊന്നും കിട്ടാതെയായി. 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുമില്ല. പിന്നെ നോക്കുമ്പോൾ ശവശരീരങ്ങൾ ഒഴുകി വരുന്നു. അത് അച്ഛൻ്റെ ആകാം, അമ്മയുടേതാകാം, സഹോദരങ്ങളുടേതാവാം, മക്കളുടേതാവാം. തിന്നു. വെള്ളം കുടിക്കണമല്ലോ, കലക്കവെള്ളം ചുറ്റിലുണ്ട്, അത് കുടിച്ചു. അവർക്ക് പിന്നീട് സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് നരകവേദന അനുഭവിച്ച് കഷ്ടതയിൽ മരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാർ ഡാമിന് പകരം എന്ത് ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കണം. ഡാം അതിലെ സുർക്കിയെല്ലാം പോയി ഒരു കൽക്കൂമ്പാരമായി നിൽക്കുന്നു. ഇത്തരം കൽക്കൂമ്പാരങ്ങൾ ലോകത്ത് 500-1000 ഒക്കെ ഉണ്ടായിരുന്നു. 1000 മേലെ കടന്ന് 1500-ഓളം ഉണ്ടായിരുന്നു. അതിലും മേലെ കടന്ന് 2000 വരെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഡാമുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പകുതി ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ഡാമുകൾ തകർന്നതോ അല്ലെങ്കിൽ ബുദ്ധിയുള്ള സർക്കാരുകൾ നിർവീര്യമാക്കിയതോ ആണ്. ഗ്രാവിറ്റി ഡാമാണ്, മേസൺറി ഡാമാണ്, ഇത് തകരില്ല എന്ന് പറയുന്നവർക്ക് 100 കണക്കിന് ഡാമുകളുടെ തകർച്ച ചരിത്രത്തിലുണ്ട്. കണ്ണു തുറന്ന് കാണട്ടെ. അപ്പം പ്രതിവിധിയായിട്ട് പറയുന്നത് പുതിയൊരു ഡാം. ഞാൻ നമ്മൾ കയറി വന്നപ്പോ തന്നെ അതിലുണ്ട് പുതിയ ഡാം. നമ്മുടെ നാട്ടില് ഇപ്പോ ഭൂകമ്പം കൂടിക്കൂടി വരുന്നു. ഈ തൊട്ട് അടുത്ത 2-3 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് റിക്ടർ സ്കെയിലിൽ 3.1 വരുന്ന ഭൂകമ്പം 3 പ്രാവശ്യം ഉണ്ടായി. പാലക്കാട്ടും ഉണ്ടായി. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി വന്ന് 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും 7+ വരുന്ന ഒരു ഭൂകമ്പം ഉണ്ടാകാം. മല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു പാലക്കാടൻ ഗ്രാമം, ചിറ്റൂർ താലൂക്കില്, അവിടെ 1900-ല് റിക്ടർ സ്കെയിലിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി.
കൊച്ചിയിൽ അടക്കം അതിന്റെ അലയലികൾ ഉണ്ടായി. അന്ന് ഇത്ര ഉത്തുംഗ സംഘങ്ങളായ കെട്ടിടങ്ങളില്ലാത്തത് കൊണ്ട് കാഷ്വാലിറ്റീസ് കുറവായിരുന്നു. അതേ ഭൂകമ്പം കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. അതേ ഭൂകമ്പം 6 വർഷത്തിനുള്ളിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ചർച്ച വരുന്നത് പുതിയ ഡാം. 84 ഡാംസ് കൂടെ പണിത് വെച്ചിട്ടാണ് ഈ ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത നമ്മുടെ 32,863 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു സ്ഥലത്ത് ഭൂകമ്പ സാധ്യത വർദ്ധിച്ചു. കാരണം ഈ തമിഴ്നാടിന് നമുക്ക് ജലം കൊടുക്കുന്ന 5 ജില്ലകളിൽ 2 ജില്ല ചേർത്ത് വെച്ചാൽ കേരളമായി. അത്രയുള്ള ചെറിയ സ്ഥലമാണ് നോക്കണം. പണ്ടത്തെ സൗത്ത് കേരള ഡിസ്ട്രിക്ട് മാത്രം എടുത്തു വെച്ചാലും കേരളമാവും. അത്രയ്ക്ക് ചെറിയ സ്ഥലത്താണ് 84 ഡാംസ് ഉണ്ടാക്കി വെച്ച് ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിച്ച് പ്രകൃതിയെയും പരിസ്ഥിതിയെയും നശിപ്പിച്ച് ഇനിയും ഉണ്ടാക്കാൻ പോവുകയാണ് പുതിയ ഡാം. വെള്ളം കൊടുക്കാനാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങൾ ദർശിക്കുന്നുണ്ടോ? ഈ ഡാം ഏത് നിമിഷം വേണമെങ്കിലും തകരാം എന്ന് പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. 60 വർഷം 60 വർഷം നീങ്ങിയത് നമ്മുടെ ആയുസിന്റെ ബലം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇപ്പൊ പറയുന്നു പുതിയ ഒരു ഡാം ഉണ്ടാക്കി. എത്ര കൊല്ലം നിങ്ങളൊന്ന് ചിന്തിക്കും. പുതിയ ഡാം അതിന്റെ എൻവയറമെന്റൽ ക്ലിയറൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടുമോ? പാരിസ്ഥിതിക അനുമതി കിട്ടുമോ? അപ്പോ നിങ്ങൾ ചിന്തിക്കുക, ഈ പുതിയ ഡാം എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത ആളുകളാണ്. നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ ചുമ്മാ അങ്ങനെ പറയുന്നതാണ്. ഇവിടെ ആരോ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോയതാവാം. ഓക്കെ. അപ്പൊ ഒരു പുതിയ ഡാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അടുത്ത 15 കൊല്ലത്തേക്കുള്ളതാണ്. ഈ വാശിക്കങ്ങ് പണിയാൻ പണ്ടാലും 5 കൊല്ലത്തേക്കാണ്. അപ്പൊ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇത്തരം പരിസ്ഥിതി ലോലമായ എക്കോളജിക്കൽ സെൻസിറ്റീവ് സ്ഥലത്ത് ഒരു ഡാം നിർമ്മിക്കാനായിട്ട് വിവരമുള്ളവരാരും ഇനി അനുമതി കൊടുത്തില്ല. അപ്പൊ അത് നടക്കാത്ത കാര്യം. പിന്നെ വേറെ ചില ആളുകൾ പറയും, ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് അറിയാം. ഇതൊന്നും നടക്കരുത്, ജനങ്ങൾ ഒഴുകി പോവുക തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. വേറെ ഒരു കൂട്ടരുണ്ട് ടണൽ പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. രാജ്യദ്രോഹികളാണ്, സാമൂഹ്യ ദ്രോഹികളാണെന്നും ചേർത്ത് പറയേണ്ടി വരും. ജനവിരുദ്ധരാണെന്ന് ശക്തമായി പറയേണ്ടി വരും. ഈ ടണൽ സിദ്ധാന്തം ആദ്യമായി വന്നത് ഇവിടെ കുറെ ആളുകൾ പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ആ സമരം വിജയിക്കുമെന്നുള്ള രീതി വന്നു. അന്നത്തെ പ്രധാനമന്ത്രി തമിഴ്നാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിൽ വന്നു ചർച്ചയ്ക്ക്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പ്രധാനമന്ത്രി മേൽനിമിഷം ആ ചർച്ചാവേദിയിലേക്ക് വരാം. ആ സമയത്താണ് പൊടുന്നനെ ഈ സമരം നടത്തിയ ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയത് ടണൽ മതി, ഡാം വേണ്ട. എന്നാൽ ഒരു പുതിയ ഡാം പുതിയ കരാർ എന്ന് പറഞ്ഞ് സമരം ചെയ്തവർക്ക് ഒരു പ്രത്യേക മൂവ്മെന്റ് ആയപ്പോ അത് വേണ്ട, പകരം ടണൽ മതി. ഇതാരാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് അതോടുകൂടി ചെന്നൈയിലുള്ള ചർച്ച അവിടെ നിന്നു. ചർച്ചയില്ലല്ലേ. ഇത് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. തമിഴ്നാടിന്റെ ആവശ്യമാണ് 999 വർഷത്തെ അടിമത്ത കരാർ നിലനിർത്തുക എന്നുള്ളത്. തമിഴ്നാട് ഇപ്പോഴും പെൻസ്റ്റോക്ക് പൈപ്പ് കൂടാതെ വേറെ ഒരു സ്ഥലത്തു കൂടി വെള്ളം തിരിച്ചു വിട്ട് അവിടെ ചെറിയ കുഴലുകൾ വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് നിയമസാധ്യത ലഭിക്കണം. അതാണ് ആവശ്യമുള്ളപ്പോൾ തുറക്കും, ആവശ്യമില്ലാത്തപ്പോൾ അടയ്ക്കും. അതിന് നിയമസാധ്യത കിട്ടണം. അതൊന്ന്. 2, ഈ കരാർ 999 വർഷത്തേക്ക് നിലനിർത്തണം. ഈ 2 ആവശ്യമാണ് ഈ ടണൽ സിദ്ധാന്തക്കാര് പറയാതെ പറയുന്നത്. ടണൽ നമ്മൾ ചിന്തിക്കുക, ടണൽ വെച്ചങ്ങ് വെള്ളം കൊടുക്കാം, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ടതെന്നാ പറയുന്നത്. എന്തൊരു അസംബന്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ധാരാളം മഴ ഇവിടെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്.
ഓർമ്മയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഏതോ പണ്ടത്തെ ഒരു വരണ്ട് കിടക്കുന്ന പാടം കാണിച്ച് ഇതാണ് തമിഴ്നാട്, ഇവിടെ വെള്ളമില്ലാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചാരണമാണ്. തമിഴ്നാടിലെ ഈ 5 ജില്ലകളിൽ 4 ജില്ലയിൽ നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഇവര് പറയുന്ന പോലെ അവര് ടണലുണ്ടാക്കി വെള്ളം അങ്ങോട്ട് വിട്ടാൽ അവിടുത്തെ വെള്ളം ഇവരെന്ത് ചെയ്യും? അവിടെയൊക്കെ പ്രളയവും മഴയുമാണ്. മൺസൂൺ കാലത്ത് അവിടെ മഴയാണ്. ഇവിടെ കുഴലുണ്ടാക്കി വെള്ളം മുഴുവൻ അങ്ങോട്ട് വിട്ടാൽ എന്തൊരു അസംബന്ധമാണ് പറയുന്നത്. അവിടെ സ്റ്റോർ ചെയ്യണം, അവിടുത്തെ വെള്ളം തന്നെ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കുഴൽ കൊണ്ട് നമ്മൾ എഴുതുന്നത്. അതും നിങ്ങൾ ചിന്തിക്കുക, മുല്ലപ്പെരിയാർ ഡാം പോലെ വലിയ ഒരു ഡാം അവിടെ പണിയണമെന്ന് പറയണം തമിഴ്നാട്ടില്. ഇത് മലയാളി മാത്രമേ ഇവരൊക്കെ പറയുള്ളൂ. കാരണം മലയാളിക്ക് ബുദ്ധിയില്ല. ബുദ്ധിയുള്ളത് തമിഴനാണ്. നമ്മൾ സമ്മതിക്കില്ല നമുക്ക് ബുദ്ധിയില്ല എന്നുള്ള കാര്യം. നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രവർത്തികൾ നോക്കിയാൽ ഒരു ബുദ്ധിയില്ലാത്ത ലോകത്തിലെ ഏതെങ്കിലും ജനങ്ങൾ ഉണ്ടെങ്കിൽ അത് മലയാളിയാണ്. 60 വർഷമായിട്ട് ഈ ഡാം തലയിൽ വെച്ച് ഇരിക്കുന്ന മലയാളി എങ്ങനെയാണ് ബുദ്ധിമാനാവുക? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ ചിന്തിക്കും. ഈ ഡാം മാത്രമാണെങ്കിൽ വേണ്ടില്ല, വേറെ 83 ഡാമുകളും വീണ്ടും തലയിൽ വെച്ചിട്ട് ഇരിക്കുന്ന മലയാളി ബുദ്ധിമാനാണെന്ന് നാളെ ചരിത്രം പറയും. തമിഴിന്റെ അവസ്ഥ എന്താണ്? തമിഴൻ നമ്മളെക്കാളും ബുദ്ധിശാലിയും അവന്റെ കാര്യങ്ങൾ നേടാൻ കഴിവുമുള്ളവൻ. നമ്മൾ സമ്മതിച്ചേ പറ്റും, വിനയത്തോടെ നിൽക്കും. നമ്മുടെ നാട്ടിൽ എല്ലാവരും പണ്ഡിതന്മാരല്ലേ? ഡാമൊന്നും തകരില്ല, പറയുന്നത് 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ആള് അല്ലേ? നിങ്ങൾ തെരുവിലിറങ്ങിയ ഒരു 10 പേരോട് ചോദിച്ചു, അതൊന്നും പെട്ടത്തില്ല. ആരാ പറയുന്നത്? 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. അല്ലാതെ എഞ്ചിനീയേഴ്സ് ഒന്നും അല്ല പറയുന്നത്. തമിഴ്നാട്ടില് ഇപ്പൊ നമ്മള് ഇത് തമിഴ്നാടും അത് കേരളമാണെന്ന് വിചാരിക്കുക. തമിഴ്നാട്ടില് ഒരു ആളോട് ഈ ഡാം പൊട്ടുവല്ലെന്ന് വെച്ചാൽ தெரியாது. അതല്ല ரொம்ப ரொம்ப വലിയ എഞ്ചിനീയേഴ്സ് പറയണമെന്ന് അവർ പറയും അല്ലേ? അവരതാ പറയുന്നത്. എനക്കെങ്ങനെ വരും? ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ അധ്യാപകനാണ്, സയൻസിലല്ല, മലയാള അധ്യാപകനാണ്. ഞാനെങ്ങനെ പറയും? തമിഴന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? വിവരമുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ്, എളിമ ഉണ്ട്. അതാണ് അവന്റെ വിജയത്തിന്റെ നിദാനം. അപ്പൊ ടണൽ, അപ്പൊ ഈ വർഷക്കാലത്ത് നമ്മൾ കുഴല് വെച്ച് അങ്ങോട്ട് വെള്ളം കൊടുക്കുന്ന പരിപാടി നടക്കത്തില്ല. അവിടെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സംഭവമാണ്. മാത്രമല്ല അവിടെ സ്റ്റോറി കിട്ടിയെന്നാ പറയാം. ഈ ഡാം, ഇത്രയും വലിയൊരു ഡാം അവിടെ ഉണ്ടാക്കാൻ തമിഴന്മാര് മെനക്കെടും. പിന്നെ മറ്റൊന്ന്, അവർക്ക് ഇപ്പൊ വെള്ളം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് വെള്ളം ആവശ്യമുള്ളത് ഏപ്രിൽ മാസത്തിലാണ്. അതുവരെ ഓരോ തുള്ളി വെള്ളവും മുല്ലപ്പെരിയാർ ഡാമിൽ അവർ സംഭരിച്ചു നിർത്തും. അതാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് അവർ പറയുന്നത് 142-ൽ നിന്ന് 152-ലേക്ക് ജലനിരപ്പ് കൂട്ടണമെന്ന് പറയാനുള്ള കാരണമാണ്. പിന്നെ ടണലുണ്ടാക്കി വെക്കുക, ഈ വെള്ളത്തിൽ കൊണ്ടുവന്ന് ടണലുണ്ടാക്കി വെക്കുക. എത്ര വ്യാസത്തിലുള്ള ടണലുണ്ടാക്കേണ്ടി വരും? അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. എത്ര വ്യാസത്തിലുള്ള ടണൽ ഉണ്ടാക്കേണ്ടി വരും? ആലോചിച്ചാൽ മതി. വലിയ എഞ്ചിനീയർ പറഞ്ഞു എന്നാ പറയുന്നത്. കേരളത്തിലെ വലിയ എഞ്ചിനീയർ പറഞ്ഞെന്നാ പറയുന്നത്. ഏത് എഞ്ചിനീയർ വന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. താങ്കൾ പഠിച്ചിട്ടാണോ പറയുന്നത്? അല്ലേ? അദ്ദേഹത്തോട് കേരളയിൽ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാലോ അറിയാം, ഞാൻ പഠിച്ചിട്ട് പറയാം. റെയിൽവേ അദ്ദേഹത്തിന്റെ സബ്ജക്റ്റാണ് അല്ലേ? അത് പഠിച്ചിട്ട് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. ഡാം അദ്ദേഹത്തിന്റെ സബ്ജക്റ്റാണോ? അല്ല. പക്ഷെ അദ്ദേഹം അതിന്റെ ജിയോഗ്രഫി പഠിക്കാണ്ട്, ഡാമിന്റെ അടുത്ത് പോകാണ്ട്, ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഒരു 100-200 കിലോമീറ്റർ അകലെ ഇരുന്നാണ് പറയുന്നത്.
ഈ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നു. അത് എന്തിനാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. പിന്നെ ഇദ്ദേഹത്തിന്റെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയർ ഏരിയ ഫ്ലാറ്റ് ആണെന്നാണ്, ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഫ്ലാറ്റ് ആണെന്നാണ്. അല്ലേ അല്ല. നിമ്നോന്നതകളുണ്ട്, ഉയർന്ന മലകളുണ്ട്, കുന്നുകളുണ്ട്, താഴ്വാരങ്ങളുണ്ട്. ഒരു താഴ്വരയിൽ ടണൽ വെച്ചാൽ അവിടുത്തെ വെള്ളം മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. അപ്പൊ എത്ര ടണൽ വെക്കേണ്ടി വരും? അപ്പൊ ഇവിടെ ഒരു കാലത്തും മലയാളിക്ക് ഒരു രക്ഷയും ഉണ്ടാകരുത്. ഇതാണ് ഉദ്ദേശം. അത് പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് മാത്രമേ. ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോ കേട്ടു, തമിഴ്നാടിന് ജലം, നമുക്ക് സുരക്ഷ. ആരോ ഒരുത്തം പാടി, ക്ഷമിക്കണട്ടോ, ഇവിടെ ഇരുന്നവരെ കുറ്റം പറയാൻ വിചാരിക്കരുത്. ആരോ ഒരുത്തം പാടി അത് ഏറ്റുപാടുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര്, ഒരാളുടെ ജീവന് പകരമായിട്ട് നിങ്ങൾ എത്ര വെള്ളം വേണം? എത്ര ലിറ്റർ വെള്ളം പറയും? നിങ്ങളെ ഈ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ 1.5 കോടി ജനങ്ങളുണ്ട്. ആ 1.5 കോടി ജനങ്ങളുടെ തൂക്കവും കൂടെ എടുക്കണ്ട. ഒരാളുടെ ജീവന് പകരമായിട്ട് നിങ്ങൾ ത്രാസിൽ എത്ര ലിറ്റർ വയ്ക്കും വെള്ളം? എന്തൊരു നോൺസെൻസ് ആയിട്ട് പറഞ്ഞിട്ട് നടക്കുന്നത്. തമിഴ്നാടിലെ ജലം, കേരളത്തിന് സുരക്ഷ. അതിന്റെ ആവശ്യമില്ല. സുരക്ഷ അതാണ് പ്രധാനം. വെള്ളം സെക്കൻഡറിയാണ്. സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. അതാണ് പ്രാക്ടിക്കൽ. അതാണ് ഭരണഘടന പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ജനങ്ങളെ, മലയാളികളെ ആക്രമിക്കുന്ന പറയാം. പറഞ്ഞു വരുത്തുന്ന ഇവിടെ പോലെ തമിഴ്നാട്ടിലെ മലയാളികളെ ആക്രമിക്കുക ഇങ്ങനെ പറഞ്ഞാൽ നട്ടലില്ലാത്ത, കഴിവില്ലാത്ത, നിവർന്നു നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വം ഇത് പറയുന്നു. ഇന്ത്യയിൽ തമിഴനെന്നോ മലയാളിയെന്നോ കന്നഡക്കാരനെന്നോ ഹിന്ദിക്കാരനെന്നോ ഭേദമില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭാരതത്തിന്റെ ഭരണഘടനയാണ്. തമിഴ്നാട്ടിൽ വേണ്ട, തമിഴങ്ങൾ വിട്ടേക്കാം, പ്രശ്നം തീരട്ടെ. കർണാടകത്തിൽ ഒരു മലയാളി ആക്രമിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരു മലയാളിയുടെ 100 തെങ്ങും വെട്ടിയിട്ടുകൊണ്ട് പോയി, അവന്റെ ചായക്കടയിൽ തല്ലിപ്പൊളിച്ച് പോയി എന്ന് വിചാരിക്കാം. എന്താണ് അവന്റെ നടപടി? എന്താണ് കേരള മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ആ നിക്ക് ഓഫ് ദ മൂവ്മെന്റ്, ആ വെറി മൂവ്മെന്റിൽ കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതണം. ഇന്നയാള് ഇന്ന താലൂക്കില് നിങ്ങളുടെ സ്ഥലത്ത് ചായക്കട ഉണ്ടായിരുന്നു, 100 തെങ്ങുണ്ടായിരുന്നു, വെട്ടിയിട്ടുകൊണ്ട് പോയി. 100 തെങ്ങിന് ഒരു തെങ്ങ് 100 വർഷം അല്ലെ 50 വർഷം ജീവിക്കുന്നു വിചാരിച്ചു. 50 വർഷത്തെ ആദായം എത്രയാണോ? ചൊട്ടയുടെ ആദായം തെങ്ങാണെന്ന് കണക്കായി പറയുന്നത്. കായ്ക്കാറായ തെങ്ങ് 50 വർഷത്തേക്ക് എത്രയാണോ അത് നിങ്ങൾ ആ മനുഷ്യന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയേണ്ടതാരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇനി നോക്കൂ, അദ്ദേഹത്തിന്റെ ചായക്കട തല്ലി പൊളിച്ചില്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടി തല്ലി പൊളിച്ചില്ലേ? തല്ലി പൊളിച്ചവരെ കോടതി മുമ്പാകെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറയേണ്ടത് കേരള മുഖ്യമന്ത്രിയാണ്. എത്രയധികം ആളുകൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടു, അതിർത്തി കയറി വന്ന് നമ്മളെ തല്ലി ചതച്ചില്ലേ? ഈ നാണം കെട്ട തട്ടല്ലില്ലാത്ത ഇവിടുത്തെ സർക്കാരുകൾ കമാന്നൊരക്ഷരം മിണ്ടിയോ? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ എന്തായാലും കൂടി ചിന്തിക്കണം. കൂട്ടത്തില് അവർ മിണ്ടാതിരുന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്തായി എന്ന് കൂടി ചിന്തിക്കണം. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കും. അത് തമിഴ്നാട് മുഖ്യമന്ത്രി ചെവിക്കൊണ്ടില്ല, കേട്ടില്ല, ചെയ്തില്ല എന്ന് വിചാരിക്കാം. പിന്നെ എന്താണ് എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അതിനാണ് ഭരണഘടനയുള്ളത്, റൂൾ ഓഫ് ലോ ഉള്ളത്. മനസ്സിലായോ?
രണ്ടാമത്തെ റെമഡി എന്ന് വെച്ചാൽ ആ വെറി മൂവ്മെന്റിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് തമിഴ്നാട് ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യും. രാജ്യത്ത് നിയമവാഴ്ച നടത്താൻ കഴിവില്ലാത്ത സർക്കാർ വേണ്ട എന്ന് പറയും. മനസ്സിലായോ? അതാണ് നമ്മുടെ ഭരണഘടന. ഈ മന്ത്രിമാരൊക്കെ പഞ്ചായത്തിലൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഞ്ചായത്തിലെ ഓത്ത് എങ്ങനെയാണെന്നല്ല അറിഞ്ഞുകൂടാ. MLA-മാരും മന്ത്രിമാരും ഒക്കെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ടാന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആവശ്യപ്പെടുകയും തമിഴ്നാട് മുഖ്യമന്ത്രി ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആ ഗവൺമെന്റ് അവിടെ ഉണ്ടാവില്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിസ്മിസ് ചെയ്യും. കാരണം റൂൾ ഓഫ് ലോ നടപ്പിലാക്കാൻ പരാജയപ്പെട്ട ഗവൺമെന്റിനെ ഒരു സെക്കൻഡ് നിലനിർത്തി. അതായത് ഒരു പൗരന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഇന്ത്യൻ ആർമി വരും, ഇന്ത്യൻ നേവി വരും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇന്ത്യൻ എയർഫോഴ്സ് വരും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതാണ് ഈ രാജ്യത്തെ നിയമവാഴ്ച, ഭരണഘടനയുടെ അടിസ്ഥാനം. അപ്പൊ നമ്മൾ ഇപ്പോഴും ചർച്ചയിലാണ്. പുതിയ ഡാം, തണല്, ഇതേ ചർച്ച നടത്തിയ ബാൻകിയാവ് ഡാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ അവർ ഒഴുകിപ്പോയി. നമ്മളും ഒഴുകിപ്പോകാൻ കാത്തിരിക്കുകയാണ്. ചർച്ച ചെയ്ത് നമ്മൾ സ്വയം ചിന്തിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ഇച്ചിരിയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ശുദ്ധജലം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ശുദ്ധവായു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ശുദ്ധ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അമ്മമാര് കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വാരി കൊടുക്കുന്നത് വിഷമാണ്. 18 ചെക്ക് പോസ്റ്റുകളുണ്ട് കേരള തമിഴ്നാട് ബോർഡറിൽ. എന്നെ വിളിച്ചൊരു തമിഴൻ പറഞ്ഞു, ആ ചെക്ക് പോസ്റ്റുകളൊക്കെ അടക്കിയിടണ, ഞങ്ങളുടെ പച്ചക്കറിയൊക്കെ വേണ്ടെന്ന് പറയും. അപ്പൊ ഈ ചെക്ക് പോസ്റ്റിൽ കൊണ്ടുവന്ന ഒരു ലാബ് സജ്ജീകരിച്ച ഒരു സർക്കാർ എന്തിനാ? നല്ല പച്ചക്കറികൾ വരണം, നല്ല പഴങ്ങൾ വരണം, പാല്, മുട്ട, ഇറച്ചി, മീൻ സകലതും വരണം, നല്ലത് ശുദ്ധമായി. ആദ്യത്തെ ലോറി വന്നപ്പോ എല്ലാത്തിലും എൻഡോസൾഫാനുണ്ട്, തിരിച്ചുവിട്ടു. രണ്ടാമത്തെ ലോറി വന്നപ്പോ ലോറി തന്നെ എൻഡോസൾഫാനിൽ മുക്കിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചുവിട്ടു. മൂന്നാമത്തെ ലോറി വന്നത് ഇങ്ങോട്ട് തന്നെ വന്നു, അങ്ങോട്ട് പോയില്ല. കാരണം എന്തായിരിക്കും? സെന്റ് ജോർജ് ഫോർട്ട്, തമിഴ്നാടിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിൽ നിന്ന് വീഡിയോ ഒന്നാണ്. എന്ത് പറയാനാ സാധ്യത? നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, നല്ലത് തന്നെ, അങ്ങനെ തന്നെ സർക്കാർ ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ അടുത്തുനിന്ന് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ തിരിച്ചു തന്നിട്ട് ഞങ്ങളുടെ ലോറി തടയാം എന്നൊരു പക്ഷെ പറഞ്ഞാണ്. ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാണ് പറഞ്ഞാണ്. പിന്നെ എല്ലാ ലോറികളും ഇങ്ങോട്ടാ വന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത ജനങ്ങൾ സ്വന്തം മക്കൾക്ക് അമ്മമാർ മടിയിലിരുത്തി വാരി കൊടുക്കുന്നത് വിഷമാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ഈ ജനത മോചനം പ്രാപിക്കണം. മനസ്സിലായ? ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് എന്താണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കടലും ഡാമും കഴിഞ്ഞ് ഇനി എന്താ? നിങ്ങൾ ഒരിക്കലും തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ടേ? നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ? തീർച്ചയായിട്ടും കൊടുക്കണം. അത് ഭീഷണിപ്പെടുത്തുന്ന ഒരു സർക്കാരിന്റെ ഭീഷണി കെട്ടിട്ട് കൊടുക്കുന്നതല്ല. അത് നമ്മുടെ ഉദാര വായ്പാണ്, ദയവാണ്. അതിന് നന്ദിയുള്ളവരായിരിക്കണം. അവർ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളാണ് കൊടുക്കുന്നത്. കൊടുക്കാൻ എത്ര വഴികളുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ, ഞാൻ മുകളിൽ എന്ന് പറഞ്ഞത് വലിയ അബദ്ധമായിട്ടാണ്. മുകളിൽ അങ്ങനെ ഒരു ഡാമില്ല എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഞാൻ പറയുന്നത് നേരെ മുകളിലല്ല, ജിയോഗ്രഫിക്കലി മുകളിൽ നിന്നാണ് പറഞ്ഞത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ ഒരു ഡാമുണ്ട്, കക്കി ഡാം. കക്കി ഡാം പമ്പാ നദിയിലുള്ള ഒരു ഡാമാണ്.
തമിഴനെ സംബന്ധിച്ചിടത്തോളം പമ്പ നദിയിലെ ജലം എന്ന് പറഞ്ഞ ഹോളി വാട്ടറാണ്. ഗംഗാജലം പോലെ തന്നെ പരിശുദ്ധമായി കരുതുന്ന വെള്ളമാണ് പമ്പ നദിയിലുള്ളത്. ഈ കക്കി ഡാമിൽ നിന്ന് കേവലം 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. കക്കി ഡാമില് മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുള്ളത് കൊണ്ട് തമിഴർക്ക് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം കിട്ടും. അതുപോലെ അണ്ണാച്ചി എന്നാണ് ചോദിക്കാനാണ് എനിക്ക് താല്പര്യം. അണ്ണാച്ചിക്ക് അതുപോലെ ഇന്ന് കിട്ടുന്നതിലും കൂടുതൽ വെള്ളം കിട്ടിയ പോലെ, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച പോലെ അണ്ണാച്ചി ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഇനി അതിൽ കൂടുതൽ വെള്ളം വേണോ? ഇപ്പൊ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം വേണോ? ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ഇടുക്കിയുണ്ട്, അവിടെ നിന്ന് ഇതുപോലെ കുഴലിട്ട് ഞങ്ങൾ വെള്ളം തരും. ഇനിയിപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെള്ളം വേണോ? ആലുവ പുഴയിൽ തരാം. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ എത്തിക്കാമെങ്കിൽ ഈ ആലുവ പുഴയിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ ഒരു പാടുമില്ല. മനസ്സിലായ? യാതൊരു പാടുമില്ല. ടെക്നോളജി ഡെവലപ്ഡ് ആണ്. അത് ഈ സർക്കാരിന് മാത്രം മനസ്സിലായിട്ടില്ല. കേരളം ഭരിച്ച സർക്കാരുകൾക്ക് ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയത് മനസ്സിലായിട്ടില്ല. അപ്പം അത് തമിഴർക്ക് വെള്ളം കൊടുക്കാൻ പല വഴികളും, പക്ഷെ നമുക്കില്ലാത്ത ഒന്നും എന്താണെന്നറിയാം, നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ തലയിൽ നിന്ന് നമുക്ക് നല്ല നല്ല പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. നിങ്ങളുടെ മൊക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതിലൊരാളാണ്. അദ്ദേഹത്തിന് നന്മയുണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നന്മയുള്ള പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ തലയിൽ ഈ രാഷ്ട്രീയം തലച്ചോറിന് പകരമായിട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മള് വോട്ട് ചെയ്യാൻ പോകുമ്പോ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുള്ളൂ. ഒരു പാരമ്പര്യവും പറയും. ഞങ്ങൾ 40 വർഷമായിട്ട് എന്റെ അപ്പനപ്പന്മാരായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു. എന്ത് കാര്യമുണ്ട് അതിൽ? അങ്ങനെയാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? ഞാൻ ഇടതുപക്ഷക്കാരനാണ്, എന്റെ അച്ഛന്റെ മുത്തച്ഛനൊക്കെ ഇടതുപക്ഷക്കാരാണ്, ഞാനുമാണ്. അങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത്? ഞാൻ BJP-കാരനായിരുന്നു, തലമുറകളായിട്ട് BJP-കാരൻ. അങ്ങനെയാണോ വോട്ട് ചെയ്യേണ്ടത്? തമിഴൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, തമിഴൻ അങ്ങനെ ചെയ്യുന്നില്ല. അമേരിക്കക്കാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബ്രിട്ടീഷുകാർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ജല്ലിക്കെട്ട് വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ജനകീയ വിഷയം. ജനങ്ങൾ ഒരുമിച്ച് കൂടി, രാഷ്ട്രീയക്കാരല്ല ഒരുമിച്ച് കൂടിയത്, ജനങ്ങൾ. നമ്മൾ കണ്ണാലെ പാർത്തതാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂടി രാഷ്ട്രീയക്കാർ പറയണം. അതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. നമ്മൾ വിചാരിക്കും തീരുമാനമാരെ മുഖ്യമന്ത്രിയാക്കി. നമുക്ക് ബുദ്ധിയില്ലാത്തോണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്. തമിഴ്നാട് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് താഴോട്ട് പോയിട്ടില്ല. കേരളമോ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധവായു, ശുദ്ധഭക്ഷണം, ശുദ്ധ ജലം കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങൾ പോകുന്നു. ആരോഗ്യമുണ്ടോ? ഇന്നത്തെ യുവാക്കൾക്ക് ആരോഗ്യമുണ്ടോ? ഇതൊക്കെ തിന്നെ കുടിക്കാൻ ചെയ്ത ആരോഗ്യമുണ്ടോ? 30 വയസ്സ് കഴിഞ്ഞ രോഗം, പ്രമേഹം, കാർഡിയാക് അറസ്റ്റ്, വെറുതെ നിന്നപ്പിൽ പണിഞ്ഞു വീഴുന്നു. ഇതല്ലേ ഈ ഭരണ സംവിധാനം കൊണ്ട് നമുക്ക് നാളുകൾ വരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാറണം. എവിടെ മാറേണ്ടത്? നമ്മുടെ തലയിൽ മാറണം. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് നോക്ക്. അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയും, അടുത്ത 5 വർഷത്തേക്ക് ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകും. മറ്റേ സ്ഥാനാർത്ഥി അയാൾ എന്ന് പറയും, ഇലക്ഷൻ കൃത്യമായ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ട്, പോളിസി ഉണ്ട്. എന്തോ 4 വർഷം. ഓക്കെ, സോറി. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കണക്കിലാണ് പറഞ്ഞു വരാം. സോറി, 4 വർഷം. അവിടെ ജനങ്ങൾ നോക്കുന്നത് ഈ 4 വർഷത്തിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിക്കാരനായിരുന്നു, ഞാൻ പരമ്പരാഗതമായിട്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നൊന്നും അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കാറില്ല. ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ. ആ നാടിന് അടുത്ത 5 വർഷത്തേക്ക് എന്താണ് വേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാം. അത് പറയുന്ന രാഷ്ട്രീയം ഏതാണോ അവർ വിജയിക്കും. അതാണ്. അപ്പൊ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ തലയിലുള്ള ഈ വൈറസുകൾ പുറത്തേക്ക് പോകണം. സ്വതന്ത്രമായി
ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. ആദ്യമായി നമുക്ക് മനസ്സിലാക്കണേ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ വിഷയത്തില് തമിഴർക്ക് വെള്ളവും ഇലക്ട്രിസിറ്റിയും കൊടുക്കാനായിട്ട് പല വഴികളുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താണെന്നറിയോ? പുതിയ കരാർ വരും. മനസ്സിലായോ? കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താൽ പുതിയ കരാർ വരും. അത് വരരുത്. അതാണ് ഈ പുതിയ ഡാം ടണൽ എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം. അതാണ് പുതിയ കരാർ വരെ. പുതിയ കരാർ വന്നാൽ എന്താ പ്രശ്നം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. തമിഴ്നാട് തന്നെ പറയുന്ന കൃഷിയിൽ നിന്ന് 50,000 കോടി രൂപ ലഭിക്കും. അപ്പൊ പുതിയ കരാർ വന്നാൽ ഒരു 10,000 കോടിയെങ്കിലും നമ്മുടെ ഖജനാവിലേക്ക് വരത്തില്ലേ? വരും. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു. അത് തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്, നമ്മുടെ ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. ആ എനർജി മുഴുവൻ നമുക്ക് തരേണ്ടി വരും. അവിടെയായി പ്രശ്നം. 10,000 കോടി രൂപ ഖജനാവിലേക്ക് വന്ന നമ്മുടെ ചെറുപ്പക്കാരാരെങ്കിലും മാതാപിതാക്കളെ വിട്ടിട്ട് അമേരിക്കയ്ക്ക് പോകുമോ? പോകുന്നില്ല. യൂറോപ്പിലേക്ക് പോകുമോ? പോകുന്നില്ല. വയസ്സായ മാതാപിതാക്കളുടെ കൂടെ സമ്പന്നരായ മക്കൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ അത്രമാത്രം റിസോഴ്സസ് അല്ലേ. കരിമണൽ മതിയല്ലോ. കരിമണൽ മതി. കരിമണലിന്റെ ഖനനത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഖജനാവിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരെ. ഓരോ മലയാളിയും കോടീശ്വരനായി. നമ്മുടെ കല്ല് ബ്ലാക്ക് ഗോൾഡ് കുഴിച്ച് കേരളത്തിൽ കുടിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിന്റെ പ്രോഫിറ്റ് ചുരുക്കം ചില ആളുകളിലേക്ക് പോകാതെ ഖജനാവിലേക്ക് വന്നാൽ ബ്ലാക്ക് ഗോൾഡ് ശരിക്കും ബ്ലാക്ക് ഗോൾഡ് ആയി തിളങ്ങും. ഏതാനും പേര്, ഞാനും എന്റെ മക്കളും എന്റെ അളിയനും മാത്രമുള്ള ജീവിച്ചാൽ ഈ ആറ്റിറ്റ്യൂഡാണ്. ഒന്നും ജനങ്ങളിലേക്ക് പോയിക്കൂടാ. അത്രമാത്രം റിസോഴ്സസ് ഉള്ള സ്ഥലമാണ്. നമ്മള് ഇത്രയും വെളിച്ചം ജർമ്മനിയിലുണ്ടെങ്കിൽ, സൂര്യപ്രകാശമാണ് ഉദ്ദേശിക്കുന്ന ബൾബിന്റെ ഇത്രയും വെളിച്ചം ജർമ്മനിയിലുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വോൾട്ടൈക് എന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. 2 മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സൂര്യാഘാതം ഉണ്ടാവുന്ന ആളാണ്. അപ്പൊ എത്രമാത്രം എനർജിയാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത്. സോളാർ പാനൽസ് വെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പലയിടത്തും കണ്ടിട്ടുണ്ട്. കരയിലല്ല വെക്കുന്നത്. കരയിൽ എന്താണ് സ്ഥലം വേസ്റ്റ് ആക്കണം? കടലിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ആണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ എന്തുമാത്രം കോഴന്മാരാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടാണ് ചോദ്യം ചെയ്യുക. അതുകൊണ്ടാണ് അതിർത്തി ലംഘിച്ച് കേരളത്തിൽ കയറി വന്ന് കേരളത്തിലിരിക്കുന്ന ഡാം ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ഇത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. നമ്മുടെ നാട്ടിൽ വേറൊരു സംസ്ഥാനത്തിന് യാതൊരു അധികാരവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അധികാരമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം തരാം, ഇലക്ട്രിസിറ്റി തരാം, നിങ്ങൾ കൊണ്ടുപോക്കോ, ഇറങ്ങിത്തരണം, അധികാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടാവും. വിട്ടുപറയും. കാരണം അവന്റെ പൈസ മേടിച്ച് തിന്നിട്ട് അവന് കിട്ടും ചെറിയ ചെന്നാൽ വിവരറിയും. മനസ്സിലായ? അതാണ്. അപ്പൊ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വീട്ടിലെ മക്കളോട് പറയണം, ഞങ്ങളേതായാലും ഇങ്ങനായി, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നുമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഡെത്ത് വാറണ്ട്, മരണ വാറണ്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പ്രതികരിക്കാതെ ഇരുന്നുകൊണ്ട് 60 വർഷമായിട്ട് ഞങ്ങൾ പ്രതികരിക്കാതെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് തരാനൊക്കെ പിക്കപ്പേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെങ്കിലും ഈ വൈറസ് തലയിൽ നിന്ന് എടുത്തു മാറ്റുക, നിവർന്ന് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഏത് പ്രസ്ഥാനവും നല്ലതാണ്. പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. നാടിന്റെ നന്മയായിരിക്കണം ആത്യന്തികമായ അല്ലെങ്കിൽ പരമമായ ലക്ഷ്യം. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അതിന് വിരുദ്ധമായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നീക്കം ചെയ്യട്ടെ. യുവാക്കൾ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കട്ടെ. യുവാക്കൾ എന്ന് പറയുമ്പോൾ തലനരച്ച യുവാക്കളെ കൂടി ഞാൻ അതിന് ചേർക്കാണ്. കാരണം തലനരച്ചതുകൊണ്ട് ഒരാൾ വയസ്സനാവുന്നില്ല. യുവാക്കളെക്കാൾ ചെറുപ്പമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. അവരെ കൂടി ചേർത്തിട്ടാണ് ഞാൻ യുവാക്കൾ എന്ന് പറയുന്നത്.
അപ്പൊ ഇത് എനിക്ക് മുമ്പേ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭരണാധികാരികൾ കഴിവുകെട്ടവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അവർ അഴിമതിക്കാരാണെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അവർ ഉയരാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ, അവർ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, നിങ്ങൾ രാജാധികാരം ഏറ്റെടുക്കണം. ഇത് ചാണക്യൻ പറഞ്ഞതാണ്. അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. മാറണം. മലയാളി ആത്മാഭിമാനമുള്ളവരായി മാറണം. ഭയമില്ലാത്തവനായി മാറണം. പേടിയാണ് പറയാൻ പല കാര്യങ്ങളും. എന്ത് പേടിക്കാനാണ്? ഈ വെള്ളത്തിൽ കുഴഞ്ഞ് ചെളിയിൽ മുങ്ങി മൂക്കിലും അണ്ണാക്കിലും ചെളിയേറി മരിക്കുന്നതിന് അഭിമാനമല്ലേ? പോരാടി മരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോരാടാൻ കഴിയട്ടെ. ഈ സായങ്കാല വേളയിൽ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ എന്നെ അനുവദിച്ച ഇതിന്റെ എല്ലാ സംഘാടക